കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ 35ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം കാറടുക്കയിൽ സമാപിച്ചു. 2026 ഫെബ്രുവരി 12 നടത്തുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് സമ്മേളനം അംഗങ്ങളോട് ആഹ്വാനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. രണ്ടാം ദിനമായ ജനുവരി 4 രാവിലെ പുനരാരംഭിച്ച സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സംഘടനാ റിപ്പോർട്ട് പൊതുചർച്ചയിൽ 7 ഉപജില്ലകളിൽ നിന്നുള്ള 11 പ്രതിനിധികളും പ്രവർത്തന റിപ്പോർട്ട് സംബന്ധിച്ച പൊതുചർച്ചയിൽ 14 പേരും പങ്കെടുത്തു. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക, ദേശീയ വിദ്യാഭ്യാസ നയം തള്ളിക്കളയുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന സാമ്പത്തിക വിഭജനം അവസാനിപ്പിക്കുക, സ്കൂൾ വിദ്യാഭ്യാസ ഏകീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക, ഹയർ സെക്കൻഡറി മേഖലയെ ശക്തിപ്പെടുത്തുക, കലാകായിക പ്രവൃത്തി പരിചയ അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, കേരള സർക്കാരിന്റെ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് കരുത്തു പകരുക, അധ്യാപകരുടെ ജോലി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, VHSE മേഖലയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു. അനുബന്ധമായി നടന്ന സാംസ്കാരിക സദസ്സിൽ സത്യാനന്തരകാലത്തെ മാധ്യമ വിചാരം എന്ന വിഷയത്തെ ആസ്പദമാക്കി രാധാകൃഷ്ണൻ പട്ടാനൂർ പ്രഭാഷണം നടത്തി. പരിപാടിയിൽ B. വിഷ്ണുബാല അധ്യക്ഷയായി. P. ശ്രീകല സ്വാഗതവും K. ലളിത നന്ദിയും പറഞ്ഞു. P. മോഹനൻ, M. രമേശൻ, KM. ഈശ്വരൻ, NK. ജയദീപ്, C. പ്രശാന്ത്, രാജേഷ് കറിയ എന്നിവർ ചേർന്ന് 10 പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത്. KG. പ്രതീഷ് ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചർച്ചകൾക്ക് സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC. മഹേശൻ, സംസ്ഥാന സെക്രട്ടറി K. രാഘവൻ എന്നിവർ മറുപടി നൽകി. സംഘാടക സമിതി കൺവീനർ M. രാജേഷ് നന്ദി പറഞ്ഞു. KSTയുടെ പുതിയ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായി KV. സുജാതയെ പ്രസിഡന്റായും, T. പ്രകാശനെ സെക്രട്ടറിയായും, KV. രാജേഷിനെ ട്രഷററായും, P. ശ്രീകല, VK. റീന, M. രാജേഷ്, E. വിനോദ് കുമാർ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, M. സുനിൽകുമാർ, K. ലളിത, KG. പ്രതീഷ്, M. രമേശൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു. അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K. ഹരിദാസാണ് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.